ഹലോ, എൻ്റെ പേര് ടി ജെ എബ്രഹാം. ഞാൻ ഐലേൺ IAS അക്കാഡമിയുടെ എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഫാക്കൽറ്റിയാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എത്തിക്സിലൊരു ചാപ്റ്ററാണ് ഹ്യൂമൻ വാല്യൂസ്. നമ്മൾ ആ ഹ്യൂമൻ വാല്യൂസ് എന്ന ചാപ്റ്ററിൽ കുറച്ച് കോർ എലിമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, എന്താണ് വാല്യൂസ്? രണ്ട്, വാല്യൂസ് എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നത്? മൂന്ന്, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ വാല്യൂസ്, എങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് വൺ, വാട്ട് ആർ വാല്യൂസ്? വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിനെ എൻ്റെ വാല്യൂസ് എന്ന് പറയാം. ഓർ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ദാറ്റ് ഐ ഗിവ് ടു തിങ്സ് ഇൻ മൈ ലൈഫ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ന വ്യക്തി സിവിൽ സർവീസ് എന്ന കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഐ വാല്യൂ എ കരിയർ ഇൻ സിവിൽ സർവീസ്. ചിലവർ പേട്രിയോട്ടിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും, ചിലവർ ചാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും, ചിലർ ഹാർഡ് വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും, ചിലർ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫെയിമിനായിരിക്കും, അല്ലെങ്കിൽ മണിക്കായിരിക്കും, റെപ്യൂട്ടേഷനായിരിക്കും. എന്തിനാണോ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനാണ് വാല്യൂസ് എന്ന് നമ്മൾ പറയാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂസ് എങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനെ ബിഹേവിയേഴ്സിനെ ഗൈഡ് ചെയ്യുക? അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ കോർ ആയിട്ടുള്ള കാര്യമാണ് വാല്യൂസ്. നമ്മുടെ വാല്യൂസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും നമ്മുടെ ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് ഗാന്ധിജിയുടെ ഒരു കോർ വാല്യൂ ആയിരുന്നു ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ഗാന്ധിജി എന്ത് കാര്യം ചെയ്തപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കാര്യമാണ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ഇനി നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിലെ ഒരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആയിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അതിൻ്റെ ഒരു പീക്കിലായിരുന്നപ്പം പല ആൾക്കാരും പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെ തുടർന്നാൽ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടും. ആ ഒരു പീക്കിലായിരുന്ന സമയത്ത് ചോരി ചോര എന്ന സ്ഥലത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ചോരി ചോരയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ തീ വെച്ചു, കാഷ്വാലിറ്റീസ് ഉണ്ടായി. ഈ സംഭവം അറിഞ്ഞ ഉടനെ ഗാന്ധിജി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പീക്കിലുണ്ടായിരുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഗാന്ധിജി ആ മൂവ്മെന്റിനെ സസ്പെൻഡ് ചെയ്തത്? കാരണം ഗാന്ധിജി വാസ് അഗെയിൻ ഗൈഡഡ് ബൈ ദ വാല്യൂ ഓഫ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് എന്ന വാല്യൂവിന് എഗൻസ്റ്റ് ഒരു കാര്യം നടന്നപ്പം ഗാന്ധിജി ഇത് സ്റ്റോപ്പ് ചെയ്തു. അപ്പം നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മുടെ വാല്യൂസിൽ നിന്നാണ് എന്ത് വരുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയേഴ്സും വരിക. വേറൊരു ടോപ്പിക്, ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. വി നോ അബൌട്ട് വിജയ് മല്യ. വിജയ് മല്യനെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബാങ്കുകൾ ഒരു വിൽഫുൾ ഡിഫോൾട്ടർ എന്ന് പറഞ്ഞു. അതായത് വിജയ് മല്യ വാസ് നോട്ട് പേയിങ് ബാക്ക് ദ ലോൺ. ഇനി വിജയ് മല്യ വാസ് നോട്ട് പേയിങ് ദ സാലറീസ് ഓഫ് കിങ്ഫിഷർ എംപ്ലോയീസ്. പൈലറ്റ്സിന് സാലറി കൊടുത്തില്ല, ക്യാബിൻ ക്രൂ മെമ്പേഴ്സിന് സാലറി കൊടുത്തില്ല, വലിയ സ്ട്രൈക്ക് നടക്കുകയാണ്. നമ്മൾ ടി വിയിലൊക്കെ കണ്ടതാണ്. പേയ്മെന്റ് കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് റെന്റ് അടയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല, ബാങ്ക് ലോൺ സർവീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനുള്ള പേയ്മെന്റ്സ് നടത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറേ ഇഷ്യൂസ് നടക്കാൻ പോകും. 60th ഇയർ ആയപ്പോൾ വിജയ് മല്യ ഗോവയിൽ വലിയൊരു ബർത്ത്ഡേ പാർട്ടി കണ്ടക്ട് ചെയ്തു. സോണു നിഗം, പിന്നെ ഇഗ്ലേഷ്യസ്, അങ്ങനെ വലിയ വലിയ സെലിബ്രിറ്റീസ് വലിയൊരു ഒരു ഫംഗ്ഷൻ നടത്തുന്നു. ക്രോസ് റുപ്പീസ് എന്ത് ചെയ്തു ആ ഒരു ഇവന്റിന് വേണ്ടി വിജയ് മല്യ സ്പെൻഡ് ചെയ്തു. എഗെയിൻ, വൈ ദിസ് പെർട്ടിക്കുലർ തിങ് ഹാപ്പൻ? കാരണം വിജയ് മല്യനെ അവിടെ ഗൈഡ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഫെയിം, റെപ്യൂട്ടേഷൻ, പാർട്ടി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. കമ്പാഷൻ, എംപത്തി, ഓണസ്റ്റി, അങ്ങനത്തെ വാല്യൂസ് എന്ത് ചെയ്യുന്നില്ല, ഗൈഡ് ചെയ്യുന്നില്ല. അപ്പം ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ വാല്യൂസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, ഇനി വി ഡിസ്കസ് വാട്ട് വാല്യൂസ് ആർ, ഹൗ വാല്യൂസ് ഗൈഡ് അവർ ബിഹേവിയർ. ഇനി മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സൊസൈറ്റിയിൽ വളർന്നു വരുമ്പോൾ ആ സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് നമ്മുടെ മുകളിലൊരു ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഉണ്ടാകും.
എന്താണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു കുട്ടി ഒരു കമ്മ്യൂണിറ്റിയിൽ വളരുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ മെമ്പേഴ്സിന് ആ കുട്ടിയുടെ മുകളിൽ ഒരു ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഉണ്ട്. ഒരു കുട്ടി വീട്ടിൽ ഇരിക്കുമ്പോൾ അവരുടെ പേരൻസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, വീട്ടിൽ ആരാണ് പൈസ റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്, അച്ഛനാണോ അതോ അച്ഛനും അമ്മയും കൂടെ ചേർന്നാണോ, സെക്സ് സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ് ഉണ്ടോ അതോ അച്ഛനും അമ്മയും എല്ലാ ടൈപ്പ് ജോലികളും ചെയ്യുമോ, പിന്നെ വീട്ടിലെങ്ങനെയാണ് കമ്പാഷനേറ്റ് ആണോ, ചാരിറ്റി കൊടുക്കുമോ, സ്കൂളിൽ നമ്മൾ ഫങ്ഷൻ സ്കൂളിലാവുമ്പോൾ സ്കൂളിലുള്ള മാനേജ്മെൻറ്റ്, സിലബസ്, കരിക്കുലം, സ്കൂൾ എന്തൊക്കെയാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സൊസൈറ്റിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മീഡിയ, ന്യൂസ്, നമ്മൾ കാണുന്ന സിനിമകൾ, സൊസൈറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ടു കൺക്ലൂഡ്, അതായത് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനാ വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ വാല്യൂസാണ് നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നത്. വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ സോഷ്യലൈസേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ്. നല്ല സോഷ്യലൈസേഷൻ പ്രോസസ്സ് നടന്നാൽ നമുക്ക് നല്ല വാല്യൂസ് ഉള്ള ഇൻഡിവിജ്വൽസിനെ കിട്ടും. ഇന്ന് ലോകത്ത് നടക്കുന്ന ചില വലിയ ഇവൻറ്റ്സ് പോലും ഇറ്റ്സ് ആക്ച്വലി അതിൻ്റെ പുറകിലൊരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പാലസ്റ്റീൻ ഇസ്രയേൽ കോൺഫ്ലിക്റ്റ് ആണെന്നിരിക്കട്ടെ, അവിടെ പീസ്, ഫാമിലി, ഹാപ്പിനെസ് എന്ന വാല്യൂസിന് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റിലീജിയൻ അല്ലെങ്കിൽ നേഷൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ചില കോൺഫ്ലിക്ട്സിനാണ് എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് regarding values. We'll see in the next segment. Thank you. Come and join iLearn IAS and feel the difference.